ഒരു ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ അച്ഛനമ്മ അല്ലെങ്കിൽ എങ്ങനെയാണോ പറയുക, അച്ഛൻ പറഞ്ഞാൽ അവിടെ മക്കളായി എന്നാണ്, ഭാര്യ ഭർത്താവ്, അത് ഗർഭനിരോധന മാർഗങ്ങളൊന്നും ഇല്ലാതെ 12 മാസം അല്ലെങ്കിൽ 1 വർഷക്കാലത്തേക്ക് ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് താമസിച്ച് അവർക്ക് കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ സംജാതമാകുന്ന അവസ്ഥയാണ് ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത എന്ന് പറയുന്നത്. അതായത് 12 മാസം അല്ലെങ്കിൽ 1 വർഷം. അപ്പോൾ ഞാൻ മുൻപ് എൻ്റെ സ്ലൈഡൊക്കെ വെച്ചപ്പോൾ പലർക്കും സംശയം ഉണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ ഇപ്രാവശ്യം എന്ത് ചോദിച്ചാൽ അത് നിങ്ങൾ എല്ലാവരും തിരയണ ഗൂഗിളിൽ വെച്ച് പഠിപ്പിക്കാൻ വിചാരിച്ചു. ഡെഫിനിഷൻ എന്താ അവർ ഗൂഗിൾ പറയണമെന്ന് നോക്കാം. അതായത് ഗൂഗിൾ പറയുന്നുണ്ട്, മീൻസ് യൂട്യൂബ് ഇവിടെ. കാരണം എപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആളുകൾ നേരെ ഈ പറഞ്ഞ് ശരിയാണെന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് പോകും. അതിൽ പറയുന്നുണ്ട് ഇൻഫെർട്ടിലിറ്റി ഈസ് എ ഡിസീസ്. പക്ഷേ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇത് രോഗമല്ല എന്ന് ഞാൻ മനസ്സിലാക്കി തരും. അവരെന്താ പറഞ്ഞെന്ന് നോക്കിയിട്ട് നമ്മൾ അത് വെച്ച് നമ്മുടെ കാര്യങ്ങൾ വിശകലനം ചെയ്യാം. ഇൻഫെർട്ടിലിറ്റി ഈസ് എ ഡിസീസ് ഓഫ് മെയിൽ ഓർ ഫീമെയിൽ. പുരുഷനോ സ്ത്രീകൾക്കോ ഉള്ള ഒരു അസുഖമാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഉണ്ടോ? അപ്പോൾ പുരുഷനോ സ്ത്രീക്കുള്ള അസുഖമല്ല, പുരുഷനോ സ്ത്രീക്കുള്ള റീപ്രൊഡക്റ്റീവ്, അതായത് ജനറേഷൻ തലമുറയ്ക്ക് ഉണ്ടാവുന്ന ആ പ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ തകരാറ് ഡിഫൈൻഡ് ബൈ ദി ഫെയിലിയർ. എന്തിൻ്റെ പരാജയം? ടു അച്ചീവ് എ പ്രഗ്നൻസി ആഫ്റ്റർ 12 months ഓർ മോർ ഓഫ് റെഗുലർ അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ ഇൻ്റർകോഴ്സ്. അതായത് ഗർഭനിരോധന അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളൊന്നും ഉപയോഗിക്കാതെ സെക്ഷൽ അതായത് ഇൻ്റർകോഴ്സ് ഏർപ്പെട്ട് 12 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ടും ആവാത്ത ഒരവസ്ഥയാണ് ഇൻഫെർട്ടിലിറ്റി. ഇറ്റ് ഈസ് എ സ്റ്റേജ് ഓഫ് ഡിസീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കേട്ട ചിലപ്പോൾ തോന്നാം, ഇത് കേട്ട പലർക്കും തോന്നാം അയ്യോ ഇതൊരു രോഗമായിരുന്നു അല്ലേ. സത്യത്തിൽ ഇത് രോഗമല്ല, അവരങ്ങനെ പറഞ്ഞു. അതായത് ഇതിലൊരു വിശദീകരണം കൂടെ തരാം. ഈ നടക്കുന്ന സമയം, ഇൻ്റർകോഴ്സ് നടക്കുന്ന സമയവും സാഹചര്യവും എന്താണോ അതിനനുസരിച്ചിട്ടുള്ളതാണ് ഡിസീസ്. അത് മനസ്സിലായി ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇതാണ് ഇൻഫെർട്ടിലിറ്റി. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ ഇൻഫെർട്ടിലിറ്റി ആണ്. പക്ഷേ ആഫ്റ്റർ 10 year അല്ലെങ്കിൽ 5 year 1 year 6 months ഒരു പ്രഗ്നൻസി വരുമ്പോൾ അത് എങ്ങനെയാണ് രോഗം മാറിയെന്നാണ് ഞാൻ പഠിപ്പിക്കാൻ വരുന്നത്. ചില ആളുകൾ പറയും ഞങ്ങളൊരു ട്രീറ്റ്മെൻറ്റിന് പോയി 3 മാസം 6 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞപ്പോൾ മക്കളായി. അപ്പം നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് എൻ്റെ രോഗം മാറിയപ്പോൾ മക്കളായി. അല്ല, ആ മക്കളായ സമയത്ത് അവിടുത്തെ സാഹചര്യം, അവരുടെ ശരീരത്തിലുണ്ടായ മാറ്റം, മാനസിക മാറ്റം, രക്തത്തിലുണ്ടായ മാറ്റം, അപ്പോഴേ ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ, സെമൻ കൗണ്ട് അല്ലെങ്കിൽ സ്ത്രീക്കാണെങ്കിൽ ഈ അണ്ടോൽപാദനം, ഓവിയുടെ ആ ഒരു പ്രോസസ്സ് നടന്ന മാറ്റമാണ്. അതാണ് നമ്മൾ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ചിന്തിക്കേണ്ടത്. അല്ലെങ്കിൽ തോന്നാം അയ്യോ ഞാൻ രോഗിയാണ്. അഥവാ ഈ ചിന്തയിലോ അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർമ്മിക്കുക, ഇറ്റ് ഈസ് നോട്ട് എ ഡിസീസ്. രോഗം എന്ന വാക്കിൻ്റെ നിർവചനം ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്ത നിരന്തരം ആരോഗ്യ തകരാറുള്ള ഒരു അവസ്ഥയാണ് ഡിസീസ് എന്ന് പറയുക.